ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാം ഒരു നെഗറ്റീവ് ക്യാരക്ടറായ കോപത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കോപം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെല്ലാം നശിപ്പിച്ച് കളയും. ഒന്നോർക്കണം, നമുക്കും കോപം വരാം, മറ്റുള്ളവർക്കും കോപം വരാം. അപ്പോൾ നമ്മളും ആരുടെയോ കോപത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു അസൂയക്കാരൻ്റേതാകാം, ഒരു അസൂയക്കാരിയുടേതാകാം, ഒരു അഹങ്കാരിയുടേതാകാം, ഒരു ക്രിമിനലിൻ്റേതാകാം, അങ്ങനെ ഒരു സ്വാർത്ഥൻ്റേതാകാം. ഇങ്ങനെ പലരുടെയും കോപത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കൂട്ടക്കൊലകളെല്ലാം മിക്കവാറും കോപത്തിൽ നിന്ന്, കൊലപാതകങ്ങൾ പലതും വെറും ഒരു മുൻകോപത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ. സദൃശവാക്യങ്ങൾ 19 പറയുന്നുണ്ട്, മുൻകോപി പിഴ അടയ്ക്കേണ്ടി വരും, പെനാലിറ്റി അടയ്ക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ പെനാൽറ്റി അടയ്ക്കേണ്ടത് വരും. അപ്പം ഈ കോപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം വാക്കിലൂടെയാണ് കോപം പ്രകടിപ്പിക്കുന്നത്. അതിന് ശേഷമാണ് അത് പ്രവൃത്തിയിലൂടെ, കുറേ കൂടെ ഉഗ്രനായി കഴിയുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്, മറ്റുള്ളവർ നമ്മളോടും പ്രകടിപ്പിക്കാറുണ്ട്. എങ്കിലും അത് തെറ്റായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. പാപം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് കോപിക്കരുത് എന്നും. കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത കൂട്ടക്കൊല നടക്കുന്ന നാടാണിപ്പോൾ നമ്മുടേത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. നമ്മൾ പറയത്തില്ലേ, കോപം വരുമ്പോൾ കണ്ണിൽ നിന്ന് പുക പൊങ്ങി, വായിൽ നിന്ന് തീ പുറപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, സർപ്പവിഷം പോലെ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് കോപം. ഈ ചിലർക്ക് ആരോടെങ്കിലും കോപിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. മോശമായ ഒരു ചിന്താഗതിയാണെന്ന് അവർ ചിന്തിക്കുന്നുമില്ല. ഒരാളോടെങ്കിലും കോപിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തുമില്ല. പക്ഷേ ഈ കോപിക്കുന്നവർക്ക് നല്ല ഒരു രസമൊക്കെ തോന്നും. പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരാളെങ്കിലും കാണും. ആ ആൾക്കത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കുടുംബത്തിൽ തന്നെയാണെങ്കിലും മുൻകോപിയായ ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവനും ഒരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആരോടെങ്കിലും ഒന്ന് കോപിച്ചിട്ടല്ലാതെ ഉറങ്ങാൻ പറ്റാത്തവരും നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആരോടെങ്കിലും ഒന്ന് കോപിക്കണം അവർക്ക്, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ബൈബിളിൽ കൊല്ലുന്നവന് കിട്ടുന്ന ന്യായവിധി തന്നെ ഏകദേശം കോപിക്കുന്നവനും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കോപം കൊലപാതകത്തിന് തുല്യം എന്നാണ്. എന്നാൽ ഒരിക്കലും കോപിക്കാത്തവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുമുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ എത്തി ധാരാളം യുദ്ധങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മിക്കവാറും അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിജയശ്രീലാളിതനായി തിരിച്ച് ഗ്രീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ഏതെങ്കിലും ഒരു സന്യാസിയെ, ഒരു തപസ്വിയെ, ഒരു താപസനെ കൂടെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നിടുമ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നതായിട്ട് കണ്ടു. ചക്രവർത്തി ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ഗ്രീസിലേക്ക് ക്ഷണിച്ചു. സന്യാസിക്ക് ഒരു പ്രോവിൻസും കൊടുക്കുന്നുണ്ട്. അങ്ങ് ഗ്രീസിലെത്തിക്കഴിഞ്ഞാൽ ഏതൊരാവശ്യവും ഞാൻ നിർവഹിച്ചു തരാം, സന്യാസിയുടെ ഏതൊരാവശ്യവും ഞാൻ നിർവഹിച്ചു തരാം, തൻ്റെ കൂടെ ഗ്രീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഒറ്റ വാക്കിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ വരില്ല. കുപിതനായ അലക്സാണ്ടർ തൻ്റെ വാൾ ഊരി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാളെ 4 തുണ്ടമാക്കാൻ എനിക്കിപ്പം കഴിയും, എന്നോട് ആരും ചോദിക്കത്തില്ല, കാരണം ഞാൻ അലക്സാണ്ടറാണ്, ലോക ജേതാവാണ് എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഈ സന്യാസിയുടെ മറുപടിയാണ് നമുക്കിവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എൻ്റെ എത്ര ലോക ജേതാവെന്ന് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ അടിമയുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അടിമയെന്ന് പറയുന്നത് കോപമാണ്. ആ കോപത്തെ ഞാൻ നല്ലപോലെ നിയന്ത്രിച്ച് അടിമയാക്കി വെച്ചിരിക്കുന്ന ആ അടിമയുടെ അടിമയാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വലിയ ഒരു അറിവായിട്ട് തോന്നി. സമാധാനമായിട്ട് അദ്ദേഹം തിരിച്ച് പോയി എന്നാണ് പറയുന്നത്, ഒന്നും മിണ്ടാതെ. നമ്മളൊന്ന് ഓർക്കണം, ഈ കോപം എന്ന് പറയുന്നത് സാധാരണ ഒരു ശക്തി പ്രകടനമാണ്. ഈ ശക്തി പ്രകടനം സാധാരണ ശക്തി കുറഞ്ഞവരോടേ കാണിക്കത്തുള്ളൂ, അല്ലാത്തവരോട് കാണിക്കാൻ പോകത്തില്ല. ഈ സമയത്ത് ശക്തി കുറഞ്ഞവനും കോപം വരാം, പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബോസിനോട് ആരെങ്കിലും കോപം പ്രകടിപ്പിക്കാറുണ്ടോ? എത്ര അനീതിയായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും മിണ്ടാതെ നിന്നളയും. അപ്പോൾ മിക്കവാറും പേരത് മനസ്സിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വില്ലനെ അടിച്ച് താഴെ ഇടുന്ന നായകന് നല്ല കയ്യടി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ കോപം കൂടുതലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് സംസാരത്തിലൂടെയാണല്ലോ.
അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഈ കോപം എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത് അതൊരു ന്യായീകരണമാണ്, എന്തോ ന്യായീകരിക്കുകയാണ്. മൂന്നാമത് അതൊരു സ്വയം പുകഴ്ത്തൽ ആണ്. എല്ലാ കോപത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഈ വാക്കുകളിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ സഭാപ്രസംഗി 5:6 പറയുന്നു, നിൻ്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ യോബ് പറയുന്നുണ്ട്, ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന്. അപ്പോൾ യോഹന്നാൻ 8:11 മുതലുള്ള വാക്യങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാപിനിയായ സ്ത്രീ യേശു തമ്പുരാൻ്റെ മുൻപിൽ പരീശന്മാരും ശാസ്ത്രന്മാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പുള്ളിയുടെ മുമ്പിലായിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താണ്? ഇവൾ പാപിനിയാണ്, ഇവളെ കല്ലെറിയട്ടെ എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. അദ്ദേഹം ഒന്നും മിണ്ടില്ല, യേശു തമ്പുരാൻ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് തന്നെ തറയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്, വിരൽ വെച്ച് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു വാചകം മാത്രം തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. ഇവരെന്തായാലും ഈ വന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും എപ്പോഴും അവരൊരു നെഗറ്റീവായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്, ബൈബിളിലുടനീളം അങ്ങനെയാണ്. എങ്കിലും അല്പം മനസാക്ഷിയുള്ളവരായിരുന്നതിനാൽ അവർ ശാന്തമായി അങ്ങ് പിരിഞ്ഞു പോയി. യേശു തമ്പുരാൻ അവളോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കും. നമ്മളോട് ഇത് എത്ര വട്ടം തമ്പുരാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നമുക്ക് എണ്ണിയാൽ തീരാത്തോളം സമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല അഹങ്കാരത്തിനും നമ്മളോട് പറയും, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന്. ഏറ്റവും സൗമ്യമാനായ വ്യക്തിയായിരുന്നല്ലോ ജോസഫ് പിതാവ്. ജോസഫ് പിതാവിനാൽ വളർത്തപ്പെട്ട മകനാണ് യേശു എന്ന് നമ്മൾ ഓർക്കണം. ചുറ്റുമുള്ളവർ മുഴുവൻ മറിയാമിനെയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും ഈ ജോസഫ് പിതാവ് തൻ്റെ ഭാര്യയായ മറിയാമിനെ കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായ സമയത്താണ് പത്രോസ് തൻ്റെ കോപത്തോടെ വാൾ ഊരിയെടുക്കുന്നത്. ശത്രുവിനെ കൊല്ലണമെന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഉടനെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, അത്യാവശ്യ സന്ദർഭമായിരുന്നിട്ട് പോലും യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നിൻ്റെ വാൾ ഉറയിലിടുക എന്ന്. കോപം നിയന്ത്രിക്കാൻ വയ്യാതെ കൂട്ടക്കൊല നടക്കുന്ന നാടാണ് നമ്മുടേത്. ഇപ്പോൾ നമ്മുടേതെന്ന് പറയുന്നത് സങ്കീർത്തനം 140:3 പറയുന്ന പോലെ അവർ സർപ്പവിഷം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു എന്നാണ്. കോപിക്കുന്നവൻ്റെ അവസ്ഥയാണ്, ഒരു സർപ്പവിഷം പോലെ തന്നെയാണ് അവൻ്റെ നാവുകളുടെ മൂർച്ചയെന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അത് അധികമായിട്ട് തിരിച്ചു കിട്ടാണ്, പലിശ സഹിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് കർമ്മവും ഡെപ്പോസിറ്റ് ചെയ്താൽ പലിശ സഹിതം തിരിച്ചു കിട്ടും. ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോഴും കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ കോപവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് കോപം നമുക്ക് കിട്ടും. ഒരു കാലത്ത് മുൻകോപിയായ അപ്പൻ വൈകിട്ട് വീട്ടിൽ കടന്നു വരുമ്പോൾ കുട്ടികൾ റൂമിൻ്റെ അകത്ത് പോയി ഒളിക്കാറുണ്ട്, അമ്മയുടെ പിറകിൽ ഒളിക്കാറുണ്ട്. കാരണം ഭയമാണ് അപ്പനെ, കാരണം മുൻകോപിയായ അപ്പനാണ്. അതുകൊണ്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ, വർഷങ്ങളേറെ കഴിയുമ്പോൾ ഈ മകൻ കയറി വരുന്ന കണ്ടുകൊണ്ട് ഈ അപ്പൻ ഒളിക്കേണ്ട അവസ്ഥ വരും. അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. കോപം വരാത്തവർ ആരുമില്ല. എന്നാൽ ആവശ്യമില്ലാതെ കോപിക്കരുത്, മറ്റൊരാളെ ദോഷപ്പെടുത്താനായിട്ട് കോപിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് കോപിക്കരുത്, അവരെ നശിപ്പിക്കാനായിട്ട് കോപിക്കരുത്. ഒരിക്കൽ യേശു തമ്പുരാൻ പോലും കോപിച്ചതായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും സൗമ്യവാനായ യേശു തമ്പുരാൻ പോലും ഒരിക്കൽ കോപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സൗമ്യനായ മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഒരു പ്രാവശ്യം കോപിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ പോലും ഇവർ രണ്ടുപേരും കോപിച്ചതായിട്ട് പറയുന്നില്ല. പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും രണ്ടുപേരെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമില്ലാത്തവ ചിന്തിച്ച് പ്ലഗ് കുത്തി കോപം ചാർജ് ചെയ്ത് വീട്ടിലും സമൂഹത്തിലും നമ്മൾ നടക്കുന്നിടത്തെല്ലാം സമാധാനം ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഇത് വചനം കേട്ടതിന് ശേഷം നിങ്ങളത് ഇല്ലാതെയാക്കണം. എങ്ങനെ നമുക്ക് കോപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കണം. റോമർ 5:9 നല്ലൊരു വാക്യമാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അവൻ്റെ രക്തം മതി. രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. അപ്പോൾ നമുക്ക് ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ ഒക്കുള്ളൂ. നമ്മുടെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം, മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കോപാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് നമുക്ക് സമാധാനം ഡെപ്പോസിറ്റ് ഏറെ ചെയ്തുകൊണ്ട് ആ ഡിപ്പോസിറ്റിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് സമാധാനം തിരിച്ചു വാങ്ങാം. സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.